ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഒരുപാട് നാൾക്ക് ശേഷമാണ് വീണ്ടും ഒരു വ്ളോഗൊക്കെ ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നബിദിനത്തിൻ്റെ അന്ന് ജാഥയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഉള്ള ബാക്കി എൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മോൻ്റെ സമ്മാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. നിങ്ങളെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഒക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്കത് ആ വീഡിയോയിലേക്ക് പോവാം. ഞാൻ ജാഥയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ള വിശേഷങ്ങളാണെന്ന് പറഞ്ഞില്ലേ. അപ്പം അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാനിതാ ഉച്ചക്കേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കലാന്നിട്ടാണ്. അപ്പം നെയ്ച്ചോറാന്ന് വെക്കുന്നത്. നെയ്ച്ചോറും മുട്ട റോസ്റ്റും അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഉച്ചക്കേക്ക് എനിക്കും ആമിമോക്കും മാത്രം മതിയാവും. പിന്നെ ഇവിടെ നബിദിനത്തിൻ്റെ അന്ന് ജാഥൻ്റെ ദിവസം ഇവിടെ ഒരു വീട്ടിൽ അന്ന് നാട്ടുകാർക്ക് മൊത്തമുള്ള ഭക്ഷണം ഉണ്ടാക്കുക. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോക്കില്ല കേട്ടോ. മോളും കൊണ്ട് അങ്ങോട്ടേക്ക് നടക്കാൻ വയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോക്കില്ല. അപ്പം ഞങ്ങൾക്കുള്ള ഭക്ഷണവും പിന്നെ രാത്രിക്കേക്കുള്ള ഭക്ഷണവും ഞാൻ ഒന്നിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം രാത്രി മോൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം മദ്രസയിലേക്കൊക്കെ പോകാനുണ്ട്. അപ്പം ഒരുമിച്ചാണ് ഉച്ചക്കന്നെ ഒരുമിച്ചാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം അതൊക്കെ അങ്ങനെ റെഡിയായി കിടക്കുമ്പം കിച്ചനെ മൊത്തം ക്ലീൻ ചെയ്തിട്ടിട്ടാണ് പോയിന്ന്. മൊത്തം അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട്. അമ്മമോള് ജാഥയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അതിൻ്റെതായ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. വന്നിട്ട് നാഷ്ടമൊക്കെ കഴിച്ചിട്ടാണ് മോള് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതാ കിച്ചന് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി കിച്ചണൊന്ന് ക്ലീൻ ചെയ്തിടാനും കൂടി ഉണ്ട് കേട്ടോ. അതും കൂടി കഴിഞ്ഞാൽ പണി എന്ന് പറഞ്ഞ കാര്യം ഏകദേശം ഒന്ന് സെറ്റാവും. പിന്നെ ക്ലീനിങ്ങൊക്കെ കഴിയുമ്പോഴത്തേക്കും ആമിമോൾ എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മോളെ കുളിപ്പിച്ച് മോക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇക്കയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്. എന്നതിന് ശേഷം മക്കളൊക്കെ ഉറക്കി കേട്ടോ. കുറച്ച് സമയമൊക്കെ പകൽ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ രാത്രി പരിപാടിയും കാര്യങ്ങളൊക്കെ അല്ല. അപ്പം കുറേ സമയം ഇരിക്കേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സമയമൊക്കെ പരിപാടിയുള്ള ദിവസങ്ങളിലൊക്കെ അങ്ങനെ പകൽ ഉറക്കാറുണ്ട്. അപ്പം അങ്ങനെ ഉറക്കി ഉണർന്നൊക്കെ കഴിയുമ്പം വൈകിട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. വൈകുന്നേരം പിന്നെ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് ഒക്കെ കുളിയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിയുമ്പോഴത്തേക്കും രാത്രിക്ക് വീണ്ടും പോകാനായിട്ടോ. അപ്പം രാത്രിക്കത്തെ പരിപാടിക്കൊക്കെ വേണ്ടിയിട്ട് മാരി നമസ്കാരവും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷമാണ് പോവുക. അപ്പം പോകുമ്പം കുറച്ച് വെള്ളവും സ്നാക്കും കാര്യങ്ങളൊക്കെ കൈമ പിടിക്കും കേട്ടോ. കാര്യം വൈകുന്നേരം മക്കളെ ഫുഡ് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമെങ്കിലും മക്കളങ്ങനെ കഴിക്കുന്നൊരു സമയമല്ലാത്തത് കൊണ്ട് വയറ് നിറച്ചൊന്നും കഴിക്കാറില്ല. അപ്പം കുറച്ച് സ്നാക്കും കാര്യങ്ങളൊക്കെ കൈമ അങ്ങനെ പിടിക്കാറുണ്ട്. അപ്പം പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ദിവസത്തിൽ എൻ്റെ റൊട്ടീനും കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതാ കിച്ചണിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് മുത്താരിയാണ്. മുത്താരി കുറച്ച് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. രാഗി മാൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതുണ്ടാക്കുന്ന വീഡിയോ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടില്ല. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പം ഇതാ രാത്രിക്ക് പരിപാടിക്ക് പോയിട്ടുള്ള കുറച്ച് ക്ലിപ്സാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ മോൻ്റെ പാട്ടിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ എന്തായിരുന്നു കണ്ടോക്കുക.
അപ്പോൾ ഇത് മോൻക്ക് കിട്ടിയ സമ്മാനങ്ങളാണ് കേട്ടോ. അപ്പം ഇത് രണ്ടും മോൻക്ക് ഇത് ഫ്ലവർ ഷോനാണ് കിട്ടിയത്. അപ്പം ഫ്ലവർ ഷോൻ്റെയും വീഡിയോ ഞാൻ സെപ്പറേറ്റായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടൊക്കെ കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അറിയിക്കുക. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. മക്കളിപ്പം സമ്മാനം ആയിട്ട് എന്ത് കൊണ്ടുവരികയാണെങ്കിലും നമുക്ക് ഭയങ്കര ഒരു സന്തോഷമൊക്കെ ആയിരിക്കും അല്ലേ. ഭയങ്കര സന്തോഷമായിരുന്നു കണ്ടപാട്. അപ്പം ഇതും ഇതിൻ്റെ കൂടെ ഇത് വേറൊരു പാത്രം കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് പ്രോത്സാഹ സമ്മാനമാണ് കേട്ടോ. ഇത് എല്ലാ ആൺകുട്ടികൾക്കും ഒരുപോലത്തെ പ്രോത്സാഹ സമ്മാനമൊക്കെയാണ്. മൂടിയൊക്കെ ഉള്ള ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രമാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു വീഡിയോ കുട്ടി വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് അടിപൊളി വ്ളോഗോ വീഡിയോ ഒക്കെ ആയിട്ട് കാണുന്നത് വരെ ഇൻഷാ അല്ലാഹ് ടേക്ക് കെയർ. ബൈ. അസ്സലാമു അലൈക്കും.